ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഹാലോവിൻ ഡേയിലാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ സ്കൂളിലെ ഹാലോവിൻ ഡേ പ്രോഗ്രാം ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോയത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ജലദോഷമായിരുന്നു. ഒരാഴ്ച ഫുള്ള് പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാൻ പറ്റാണ്ട് പോയി. അതാണ് നമ്മുടെ ഈ വീഡിയോ ഇച്ചിരി ലേറ്റ് ആയിട്ട് വരുന്നത്. UK ഹാലോവിൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 31 ഒക്ടോബറിനാണ്. ഈ 31 ഒക്ടോബറിൽ നമ്മളെല്ലാവരുടെയും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് കുട്ടികളൊക്കെ ഹാലോവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ വീടിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടും. ചോക്ലേറ്റ്സിന് വേണ്ടിയാണ് കേട്ടോ. ഐദർ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയും. അപ്പോൾ ഐദർ ട്രിക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ് കൊടുക്കുക എന്നാണ് അർത്ഥം. ഇതൊരു സെലിറ്റിക് ഫെസ്റ്റിവലാണ്. ഇത് ഏൻഷ്യൻ്റ് ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാലോവിൻ ഡേയിൽ നമ്മുടെ വീട്ടിൽ മരിച്ചു പോയ ആളുകൾ തിരിച്ചു വരും ആ ഒരു ദിവസം എല്ലാവരെയും കാണാനായിട്ട്. അങ്ങനെ അവർ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അവരെ വാർഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലെ ഓട്ടം ഫെസ്റ്റിവലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ആ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി അവർക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുട്ടി കടകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, കടകളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനവും വിടില്ല. അങ്ങനെ എന്തൊക്കെ കണ്ണി കാണുന്നു അതെല്ലാം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് അതിൻ്റെ ഫ്രണ്ടിൽ പോയി. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പല സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു ചിന്തിക്കടകളല്ലേ, അതുപോലെ പല കടകൾ ഇവിടെയുണ്ട്. അതിലൊരെണ്ണമാണ് അതായത് നമ്മുടെ ടാറ്റുവിങ്. നമ്മുടെ നാട്ടിലെ വലിയ ആൾക്കാർക്ക് കൊടുത്തുന്ന ടാറ്റുവിങ് അല്ല കേട്ടോ, കുട്ടികളുടെ ടാറ്റുവിങ്. അവർക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ടാറ്റൂസൊക്കെ കയ്യിൽ ചെയ്ത് കൊടുക്കുന്ന കടകളൊക്കെ ഇവിടെയുണ്ട്. അത് മിക്കവാറും എല്ലാ പ്രോഗ്രാംസിനും നമ്മൾ പോകുമ്പോഴത്തേനും കുഞ്ഞു ടാറ്റു കടകളൊക്കെ കാണാറുണ്ട്. അത് ഐദർ അവരുടെ കയ്യിലോ മുഖത്തോ ഒക്കെ കുഞ്ഞു ടാറ്റൂസൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ എനിക്കും ടാറ്റു ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഋതികത അവിടെ പോയിരിപ്പുണ്ട്. നല്ല സ്റ്റാറിൻ്റെ ടാറ്റു ആണ് അവൾ സെലക്ട് ചെയ്തത്. അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടാറ്റു ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അവൾ സെലക്ട് ചെയ്തത് 4 സ്റ്റാറുള്ള നല്ല ഭംഗിയുള്ളൊരു ടാറ്റു ആണ്. അപ്പോൾ ഞാനിതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി. അവർ ഓൾറെഡി ഗമ്മ് തേച്ച് കയ്യിൽ, അതിനുശേഷം കുറച്ച് കളർഫുള്ളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ മിനുക്കപ്പൊടിയില്ലേ, ആ മിനുക്കപ്പൊടിയൊക്കെ തേച്ച് ടാറ്റു ഒക്കെ ചെയ്ത് കൊടുത്തു. അതിനിടയിൽ കൂടെയാണ് ഒരാൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഓടുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ വീഡിയോയിലാക്കി. ഇത് നമ്മുടെ ഋതികയുടെ ടാറ്റു ആണ്. പിന്നെ ഋതികയുടെ ഫ്രണ്ടിൻ്റെ ടാറ്റു എന്ന് പറയുന്നത് കുഞ്ഞു സിഗ്സാക്ക് പോലെ ഇരിക്കുന്ന, അത് എന്താണ് ഡിസൈൻ എന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. അങ്ങനെ രണ്ടുപേരും ടാറ്റു ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ പോന്നു. അത് മാത്രമല്ല കുറേ ഇൻഫ്ലറ്റേബിൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. വലിയ പൈസയൊന്നുമില്ല, നമുക്ക് അഫോർഡബിളായിട്ട് 1-2 പൗണ്ടൊക്കെ ഉള്ളൂ ഇതിനൊക്കെ കയറാനായിട്ട്. ബേസിക്കലി അവർ കുഞ്ഞുങ്ങളെ, അതായത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അങ്ങനെ ഫൈനലി ഒരു ഏകദേശം 10 മിനിറ്റ് നല്ല ഫയർ വർക്ക്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫയർ വർക്ക്സ് ആണ് കേട്ടോ. ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓർത്തി കുട്ടികളുടെ ഈ പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, അടിപൊളിയായിട്ട് ഫയർ വർക്ക്സ് അവർ അറേഞ്ച് ചെയ്തിരുന്നു. ഇവിടെ എല്ലാം സേഫ്റ്റി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സേഫായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ.